എല്ലാവർക്കും മല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ദഹി പനീറിൻ്റെ റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി, നാൻ എല്ലാത്തിൻ്റെ കൂടെയും പെറോട്ട എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 400 ഗ്രാം പനീർ ക്യൂബ്സാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ മാർക്കറ്റിലെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അത് കയ്യിലിട്ട് നല്ല പോലെ ഒന്ന് തിരുമിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തിരുമിയിട്ട് ചേർക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടുന്നതാണ്. ഇനി ഇതെല്ലാം കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ടൊക്കെ കുത്തി ഇളക്കിയാൽ പനീർ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു 10 മിനിറ്റ് സമയം മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഞാനൊരു 15 കാഷ്നട്ട് ചെറു ചൂടുവെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു. അത് ആ വെള്ളത്തോടു കൂടി തന്നെ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ അതാ കാഷ്നട്ടും അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1/2 ലിറ്റർ തൈരാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ സ്പൂണോ വിസ്കോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. അതും റെഡിയാക്കി മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പനീർ ക്യൂബ്സ് എല്ലാം ഇട്ട് കൊടുക്കാം. നെയ്യിലോ ബട്ടറിലോ പനീറൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അധികമൊന്നും റോസ്റ്റ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് അതിൻ്റെ 4 സൈഡും ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഒത്തിരി ഇട്ടങ്ങ് റോസ്റ്റാക്കിയാൽ പനീർ ഹാർഡായി പോവും. അതുകൊണ്ട് ചെറുതായിട്ട് തിരിച്ചു മറിച്ചു വിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ സൈഡും ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ പനീറിൻ്റെ എല്ലാ സൈഡും ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ്. അതിലോട്ട് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം, ക്യുമിൻ സീഡ്സാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-8 വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇനി അതിലോട്ട് 3 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് കൈവച്ചരിയുന്നതിനേക്കാളും നല്ലപോലെ ചെറുതായിട്ട് കിട്ടും. ഇനി ഇത് സവോളയും കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. പെട്ടെന്ന് റോസ്റ്റാക്കി കിട്ടാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പനീറിൽ ഓൾറെഡി ഉപ്പ് ചേർത്താണ്, അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നല്ല സവോള നമ്മുടെ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ സവോള മുരിഞ്ഞു വരുന്നത് വരെ നല്ല പോലെ റോസ്റ്റാക്കി എടുക്കണം. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലെ റോസ്റ്റാക്കിയാൽ മതി. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ജീരകം ചേർത്തെങ്കിലും ഒന്ന് വറുത്ത് പൊടിച്ച ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതാണ്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ പൊടികളുടെ പച്ചമണം എല്ലാം മാറി നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ആ മസാലക്കൂട്ടി കാഷ്യൂ പേസ്റ്റിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആവുന്നവരെ മിക്സാക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് ഇത് ഡ്രൈ ആയി പോകും. ഇപ്പോൾ ഇതാ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ എന്താ ഒരു മിനിറ്റ് സമയം തുറന്ന് വെച്ചൊന്ന് വേവിച്ചായിരുന്നു. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് സമയം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ കാഷ്യൂവിൻ്റെ ആ പച്ചച്ചൊവയും കുത്തലൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇതാ സൈഡിലെല്ലാം എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല പോലെ കാഷ്യൂവിൻ്റെ ചുവയെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാലക്കൂട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് സമയം നമുക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഒത്തിരി ചൂടോടെ തൈര് ചേർത്താൽ അത് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 മിനിറ്റ് സമയം ഒന്ന് ചെറുതായിട്ട് ചൂടാറാൻ വെച്ചാൽ മതി. അതിനുശേഷം നേരത്തെ എടുത്തു വെച്ച് തൈര് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും അളവിൽ ചേർത്ത് കൊടുക്കരുത്. തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് സമയം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരു 5 മിനിറ്റ് സമയം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
ഇനി അതിനുശേഷം ഇതിലോട്ട് നമുക്ക് എത്ര കൺസിസ്റ്റൻസി, എത്ര കട്ടിയായിട്ട് നമ്മുടെ ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കണം. ഇതുപോലൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന പരുവത്തിൽ വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞ് നമ്മുടെ ഗ്രേവി എല്ലാം നല്ലപോലെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം തൈര് ചേർക്കുന്നതുകൊണ്ട് എപ്പോഴും തിളപ്പിച്ചെടുക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പനീർ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാനൊരു 4-5 പച്ചമുളക് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് കിട്ടുക. പച്ചമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക. എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഓൾറെഡി നമ്മൾ പനീർ റോസ്റ്റ് ചെയ്തതാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് സെറ്റായി വരുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇതാ നല്ലപോലെ എല്ലാം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണിത് തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്, നല്ലപോലെ കുറുകിയൊരു കൺസിസ്റ്റൻസിയിലാണ് റെഡി ആയിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് ഇതുപോലൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ്. ചൂടോടുകൂടി ചപ്പാത്തിയുടെയും നാനിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അധികം പുളിയില്ലാത്ത തൈര് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്